റിലേഷൻഷിപ്പ് ഇഷ്യൂസും കാണുന്നത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് ഭയാനകമായിട്ട് തോന്നിയൊരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാം. അവരെൻ്റെ അടുത്ത് വരുന്നത് ഒട്ടും ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നല്ലാതെ പുറത്തൊരു സ്റ്റേറ്റിലൊരു കുട്ടിയും നമ്മുടെ നാട്ടിലൊരു പയ്യനും, അവർക്ക് ഒരു 8 മാസമുള്ളൊരു കുഞ്ഞുമുണ്ട്. കേസ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പുരുഷൻ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞത് ഇനി ഇവരെ എൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, കാരണം ഇവരിവിടുന്ന് സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു, അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നം, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് സെഷനാണ് ഭാര്യേനെയും കൂടി വിളിപ്പിക്കുന്നത്. അപ്പോഴാണ് കഥകൾ അറിയുന്നത്. ലിറ്ററലി അവരുടെ വീട്ടിലൊരു സ്ലേവ് ആയിട്ടാണ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടി സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ പോലും ഇവരെല്ലാവരും കണ്ടിരുന്നെങ്കിലും ആ കുട്ടീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് മാറ്റാനോ ഉള്ള മനുഷ്യത്വം പോലും കാണിച്ചില്ല എന്ന് വേണം പറയാൻ. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് റിലേഷൻഷിപ്പുകൾ വേണം. അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഒരു പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ആ അഡ്ജസ്റ്റ്മെൻറ്റിനൊരു പരിധിയുണ്ട്. അത് നമ്മുടെ ജീവന് ഹാനി വരുത്തുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിന് അത് ബാധിക്കുന്നുണ്ട്, നമ്മളെ ഒരു വിലയും തരാണ്ടാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിർത്തേണ്ടടുത്ത് നിർത്തേണ്ടതാണ്.